ADGP അജിത് കുമാറിനെ കണ്ടത് അവിചാരിതമായിട്ടെന്ന് വത്സൻ തില്ലങ്കേരി. ADGPയുമായി നടത്തിയത് കൂടിക്കാഴ്ച ആയിരുന്നില്ല. സംസാരിച്ചത് 5 മിനിറ്റിൽ താഴെ സമയം മാത്രം. വയനാട്ടിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിച്ചതെന്നും വത്സൻ തില്ലങ്കേരി. CK വിജയൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. CK, പലതരത്തിലുള്ള വിവാദങ്ങളുണ്ട്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. എന്താണ് തില്ലങ്കേരിയുടെ മറുപടി? വത്സൻ തില്ലങ്കേരി ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ മുഖം തീരെ എടുത്തുകളയുകയാണ്. അതായത് ആ കൂടിക്കാഴ്ചക്ക് അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓഗസ്റ്റ് 4-നായിരുന്നു ഈ സംഭവം. താൻ കൽപ്പറ്റയിലെ ഈ ഹോട്ടലിൽ ചെന്നത്, അതായത് സിവിൽ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലുള്ള ഈ ഹോട്ടലിലാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പലരും താമസിച്ചിരുന്നത്. അങ്ങനെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ താമസിക്കുന്ന വിവരം അറിയുന്നതും ജോർജ് കുര്യനുമായി സംസാരിച്ചപ്പോൾ ഹോട്ടലിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്നും അവിടെ വെച്ച് കാണാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് വത്സൻ തില്ലങ്കേരി ആ ഹോട്ടലിലെത്തുന്നത്. അതിൻ്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു അപ്പോൾ ADGP MR അജിത് കുമാർ ഉണ്ടായിരുന്നത്. ആ അജിത് കുമാറിൻ്റെ അടുത്ത് 5 മിനിറ്റിൽ താഴെ മാത്രമാണ് സംസാരിച്ചത്. അത് സേവാഭാരതിയുടെ ചില ആംബുലൻസുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്നത് പല സ്ഥലത്തു നിന്നും തടയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങൾ നീക്കണമെന്നും അത്തരത്തിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കൂടി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുമാണ് വത്സൻ തില്ലങ്കേരി MR അജിത് കുമാറിനോട് പറഞ്ഞത്. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള സംസാരമോ ഉണ്ടായിട്ടില്ല എന്നാണ് ഇത് സംബന്ധിച്ച് വത്സൻ തില്ലങ്കേരി പറയുന്നത്. നിലവിൽ ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് പലതരത്തിൽ, അതായത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ADGPയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ RSS ബാന്ധവത്തെ പറ്റിയുള്ള വിമർശനങ്ങൾ ഒരു പക്ഷത്ത് നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച. രാഷ്ട്രീയപരമായി ഇത് എത്രമാത്രം പ്രതിരോധത്തിലാക്കും? തീർച്ചയായും ഇതിന് ചില രാഷ്ട്രീയ നിറം വരുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല. കാരണം ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ ഏറ്റവും വലിയ സംശയത്തിൽ നിൽക്കുന്നു. ആ സമയത്ത് വത്സൻ തില്ലങ്കേരിയുടെ സാന്നിധ്യം അവിടുത്തെ LDFൻ്റെ നേതാക്കന്മാർ നേരത്തെ തന്നെ ഉയർത്തി കാണിച്ചതാണ്. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് വത്സൻ തില്ലങ്കേരി അവിടെ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം CPI നേതാക്കൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഓഗസ്റ്റ് 4-ാം തീയതി കൽപ്പറ്റയിലുള്ള ഈ ഹോട്ടലിൽ വെച്ച് ADGP MR അജിത് കുമാറുമായി വത്സൻ തില്ലങ്കേരി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം പുറത്തു വരുന്നത്. ഇത് LDFൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ ഇതിൻ്റെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച വത്സൻ തില്ലങ്കേരിയും ADGP MR അജിത് കുമാറും കൂടി ഓഗസ്റ്റ് 4-ാം തീയതി കൽപ്പറ്റയിലുള്ള ഈ ഹോട്ടലിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നതാണ് പൊതുവിൽ പറയുന്നത്. പക്ഷേ എന്നാൽ ഇത് ഒട്ടും രാഷ്ട്രീയ വിഷയമായിരുന്നില്ല എന്നും പകരം അവിടുത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് എന്നും 4 മിനിറ്റ്, അതായത് 5 മിനിറ്റിൽ താഴെ മാത്രമേ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളൂ എന്നുമാണ് ഇത് സംബന്ധിച്ച് വത്സൻ തില്ലങ്കേരിയുടെ വിശദീകരണം. CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.